പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പ്രധാനപ്പെട്ട ഹദീസുകളിൽ വന്ന ഒരു പരാമർശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നു. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നബി അനുഷ്ഠിച്ചിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. അപ്പൊ നബിയോട് കാരണം ചോദിച്ചു, എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുർഫഉൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് ഒരു അടിമയുടെ അമലുകൾ കയറി പോകുന്നത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് അന ഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളും വ്യാഴവും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പോഴും ചോദിച്ചു, എന്താണ് ഈ തിങ്കളും വ്യാഴവും നോമ്പ് അനുഷ്ഠിക്കാൻ കാരണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. തിങ്കളും വ്യാഴവുമാണ് ഒരു അടിമയുടെ അമല് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നത്. വഅന ഉഹിബ്ബു അൻ യുറദ അമലി വഅന സ്വായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ സമർപ്പിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് നബിയുടെ നിലപാട് പറയാണ്. ഒന്ന്, അമലുകൾ കയറിപ്പോയി അള്ളാഹുവിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത് ശഅബാനിലാണ്, വാർഷികമായി. അപ്പൊ എന്റെ അമൽ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ നോമ്പുകാരനായിരിക്കെ കൊണ്ടുപോകാനാണ് എന്റെ ഇഷ്ടം. തിങ്കളും വ്യാഴവും പറഞ്ഞു അള്ളാഹുവിന്റെ മുമ്പിൽ അമല് സബ്മിറ്റ് ചെയ്യുന്നത് അത് തിങ്കളും വ്യാഴാണ്. അപ്പൊ എന്റെ അമലുകൾ, എന്റെ റെക്കോർഡ് നോമ്പുകാരനായിരിക്കെ സബ്മിറ്റ് ചെയ്യാനാണ് എന്റെ ആഗ്രഹം എന്നാണ്. അപ്പൊ ഇവിടെ രണ്ടിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പുകാരനായിരിക്കെ ചെയ്യാനാണെന്നാണ്. ഈ രണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു അടിമയ്ക്ക്, ഒരു മുസ്ലിം ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഏത് അവസ്ഥയിൽ കണ്ടുമുട്ടാനാണോ ഒരു അടിമ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ പറയില്ല, എനിക്ക് നിസ്കാരത്തിൽ, നമ്മൾ പലരും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചു വീഴുന്നതൊക്കെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ നിന്ന് അള്ളാഹുവിനെ ഏത് അവസ്ഥയിൽ കണ്ടുമുട്ടാനോ ഏറ്റവും നന്നായി ചോദിച്ചാൽ നോമ്പുകാരനായിരിക്കും മരിക്കാം, അല്ലെ നോമ്പുകാരനായിരിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടാം, നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊക്കെ. ഈ നബി മുൻഗണന കൊടുത്തത് നോമ്പുകാരനായിരിക്കെ എന്നതാണ് ഈ രണ്ട് ഹദീസ് വിശദീകരിച്ചത്. അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പുകൾക്ക് അത്രയും പ്രാധാന്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതും നബി പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഏത് അവസ്ഥയിൽ കണ്ടുമുട്ടാനാണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവുള്ളൂ, നോമ്പുകാരനായിരിക്കും. അതുകൊണ്ട് പരമാവധി നമ്മൾ അക്കാര്യത്തിൽ ഒരു ശ്രദ്ധയും താല്പര്യം പുലർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.